ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞാൻ പുതിയ നല്ല ടിപ്സായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇതുവരെ ഇട്ടിരിക്കുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ പറയുന്ന റെമഡി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങളെല്ലാം തീരാനായിട്ട് നമ്മൾ ഗണപതി ഭഗവാനെയാണ് നമ്മൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കാര്യമായ തടസ്സം കൊണ്ട് നടക്കാതെ ഒത്തിരി നാളായി നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ നമുക്ക് നന്നായി പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അദ്ദേഹത്തിന് 7 ബുധനാഴ്ചകളിൽ നമുക്ക് ആവുന്ന അത്ര ശർക്കര, അതായത് ഇപ്പോൾ എത്ര ശർക്കരയാണോ നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് അത്രയും ശർക്കര ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ, അതായത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ഏതാണോ ആ ഒരു ക്ഷേത്രത്തിൽ 7 ബുധനാഴ്ചകളിൽ അടുപ്പിച്ചായിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ഗണപതി ഭഗവാനായിട്ട് മന്ത്രജപവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പുഷ്പങ്ങൾ സമർപ്പിക്കാം, അല്ലെങ്കിൽ കറുകമാല സമർപ്പിക്കാം, കരിക്ക് സമർപ്പിക്കാം. പക്ഷേ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടത് നമുക്ക് ശർക്കരയ്ക്കാണ്. അതായത് ശർക്കര 7 ബുധനാഴ്ചകൾ അടുപ്പിച്ച് കൊടുക്കുന്നത് വഴി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും തടസ്സങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നിറവേറും. ഇനി 7 ബുധനാഴ്ചകൾക്ക് ഉള്ളിലാണ് ഇത് നടക്കുന്നതെങ്കിലും 7 ബുധനാഴ്ച നമ്മൾ തുടർച്ചയായിട്ട് ഇത് കൊടുത്തിട്ട് അതിന് നന്ദി സൂചകമായിട്ട് അടുത്ത ദിവസം നിങ്ങളെ കൊണ്ട് ആവുന്ന ഒരു വഴിപാട് കൂടി നടത്തണം. അതിപ്പോൾ പായസമോ അല്ലെങ്കിൽ കറുകമാലയോ നാരങ്ങമാലയോ എന്തു തന്നെ ആയാലും അതും കൂടി ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാവുന്നതാണ്. 100% അതിനൊരു സക്സസ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ട്, അതായത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിയാൻസി അതായത് പ്രണയത്തിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് പരമായിട്ട് എന്ത് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള റെമഡിയാണിത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ എടുക്കേണ്ടത് നല്ല വെറ്റിലയാണ്. നല്ല വെറ്റില ക്ലീൻ ചെയ്ത് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് അത് മാലയായിട്ടോ അല്ലെങ്കിൽ വെറ്റിലകളായിട്ടോ നമുക്ക് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചന്ദനം എടുത്തിട്ട് ശേഷം കുറച്ച് അല്ലെങ്കിൽ ചന്ദനം ഇങ്ങനെ തൊട്ട് കൊടുക്കുക. അതിനുശേഷം അത് മാല കെട്ടിയിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ദുർഗാ ക്ഷേത്രത്തിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് തന്നെ റിലേഷൻഷിപ്പിൽ ഫേസ് ചെയ്യുന്ന എന്ത് പ്രശ്നം തന്നെ ആയിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള റെമഡിയാണിത് കേട്ടോ. അപ്പോൾ അത്രയും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളിത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ദുർഗാക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും മതിയാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് പറയാം. ഇനി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒത്തിരി കടങ്ങൾ അല്ലെങ്കിൽ ലോണുകൾ ഒക്കെ ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു റെമഡിയാണ് നമ്മുടെ ഗ്രാമ്പു ഉണ്ടാവില്ലേ, അതൊരു 5 എണ്ണം എടുത്തിട്ട് ഒരു മൺചിരാത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ഈ ഗ്രാമ്പു കൂടി ഇടുക. എന്നിട്ട് ഇത് നമുക്ക് ദീപം തെളിയിക്കുന്ന പോലെ തെളിയിക്കുക. വേണമെങ്കിൽ അതിൽ കർപ്പൂരം ഇടണമെങ്കിൽ നമുക്ക് കർപ്പൂരം ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് സാറ്റർഡേ ആണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ എല്ലാ സാറ്റർഡേയും ഹനുമാൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ടോ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പണസംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ കടപ്രശ്നങ്ങളെല്ലാം തീരാനായിട്ട് ഈ ഒരു റെമഡി നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. ഇനി പറയാൻ പോകുന്ന ഈ ഒരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി നാളായി വിവാഹം കഴിയാത്ത അല്ലെങ്കിൽ ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ട്, വിവാഹത്തിനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് തട്ടിത്തടഞ്ഞ് ഇങ്ങനെ തടസ്സം പോലെ, അല്ലെങ്കിൽ നിങ്ങളൊരാളെ പ്രണയിക്കുന്നുണ്ട്, ആ ഒരു വിവാഹം നീണ്ടു പോവുകയാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെമഡി തീർച്ചയായിട്ടും വളരെയധികം പവർഫുള്ളാണ് നിങ്ങൾക്ക്. അതിന് വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിലാണ് വഴിപാട് ചെയ്യേണ്ടത്. അത് നമുക്ക് ശിവഭഗവാന് വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ പാല് കൊണ്ടോ അല്ലെങ്കിൽ പൂക്കൾ കൊണ്ട്, ഈ 3 കാര്യങ്ങൾ കൊണ്ട് ധാര നടത്താം. അത് വെള്ളിയാഴ്ച ദിവസം വേണം നടത്താനായിട്ട്. 7 വെള്ളിയാഴ്ച അടുപ്പിച്ച് വേണം നടത്താനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ നമ്മൾ നാമജപം ചെയ്യാനും, അതുപോലെ തന്നെ യെല്ലോ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കുറച്ച് മഞ്ഞളൊക്കെ ചേർത്ത മഞ്ഞ കളറുള്ള ഫുഡ്സൊക്കെ നമ്മൾ അധികം കഴിക്കാനും, നാമം ജപിക്കാനും, ശിവഭഗവാനെയും പാർവതി ദേവീനെയും ഒരുമിച്ച് ശിവഭഗവാന്റെ മടിയിലിരിക്കുന്ന പാർവതീനെ സങ്കല്പിച്ച് വേണം പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണം നിങ്ങൾക്ക് എത്രയും വേഗം വന്നു
വന്നു ചേരും. അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞിട്ടുള്ളവരാണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ട്, വലിയ വലിയ കാര്യങ്ങൾക്ക് ഞാൻ മുന്നൊരു ടിപ്പ് പറഞ്ഞു, ചെറിയൊരു സൗന്ദര്യപ്പഴക്കമൊക്കെയാണ്, ഒരു വിഷമമൊക്കെയാണ്, അല്ലെങ്കിൽ ഈഗോ കാരണം മിണ്ടാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ജപിക്കാവുന്ന ഒരു നല്ലൊരു മന്ത്രമാണ്. അതായത് എല്ലാ ദിവസവും രണ്ടുപേർക്കും ജപിക്കാവുന്നതാണ്. കാരണം ആ ഒരു ലൈഫ് നല്ലൊരു രീതിയിൽ ഹാപ്പി ആയിട്ടൊരു ലൈഫ് മുന്നിലേക്ക് പോകും. അതിന് ഈ ഒരു മന്ത്രം നിങ്ങൾ സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ജപിക്കുക. അതായത് രാവിലെയും വൈകുന്നേരം തന്നെ ജപിച്ചാൽ മതി. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമല്ലാത്ത സമയങ്ങളിലൊക്കെ സമയം കണ്ടെത്തിയിട്ടും ഒക്കെ ജപിച്ചാൽ മതി. ഇങ്ങനെയാണ് വരുന്നത്. ലക്ഷ്മി നാരായൺ നമഃ. ഇത് നമ്മൾ ആദ്യം തുടങ്ങുന്ന ദിവസം ഒരു 108 തവണയൊക്കെ നമ്മൾ ചൊല്ലി തുടങ്ങുക. ഇപ്പോൾ രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും. പിന്നീട് എല്ലാ ദിവസവും നോർമലായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് അത്രയും നിങ്ങൾ ജപിക്കാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാളാണോ, ആ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഒരു ബുദ്ധി അതിനെയൊക്കെ നിങ്ങൾക്ക് വേണ്ട വിധം പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ റിങ് ധരിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലുള്ള ക്രിയേറ്റിവിറ്റീനെ നല്ല രീതിയിലേക്ക് പബ്ലിസിറ്റി കൊടുക്കാനും നിങ്ങളുടെ ഒരു വർക്ക് ബാലൻസ് ചെയ്ത് പോകാനും ബുദ്ധിപരമായിട്ട് ആലോചിക്കുന്നതിനും നല്ല രീതിയിലുള്ള ഒരു കൂട്ടുകെട്ട് വരാനും ഒക്കെ ഈ ഒരു റിങ് ധരിക്കുന്നത് വഴി വളരെയധികം ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേതുപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് കേതുവിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് മന്ദഗതിയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് സാഫ്രോൺ കളറിലുള്ള ഒരു ഫ്ലാഗ് അല്ലെങ്കിൽ ഒരു കൊടി, നമ്മൾ എല്ലാവരും പട്ട് സമർപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഈ ഒരു കൊടി എല്ലാ തേഴ്സ്ഡേയും നിങ്ങൾ അടുത്തുള്ള അമ്പലത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അത് ബാഡ് എഫക്റ്റീവ് ഉണ്ടാക്കുന്ന കേതുവിന് ഇല്ലാണ്ടാക്കാനും ആ ഒരു കാഠിന്യം കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതായത് കാഠിന്യം കുറച്ച് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ആദ്യം കൊടുത്ത ദിവസം നമുക്ക് എല്ലാ തരത്തിലുള്ള എഫക്റ്റും വരില്ല. അത് കുറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് വരും. ഇനി നമ്മൾ പല വീടുകളിലും ഓഫീസുകളിലൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് വലിയ വലിയ ഫിഷിൻ്റെയൊക്കെ ഒരു സ്റ്റാച്യൂസൊക്കെ കാണാനായിട്ട് സാധിക്കും. അത് ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണെന്നാണ് നമ്മൾ പലരും വിചാരിക്കുന്നത്. അത് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, അതിനെ നമ്മളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട്, വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു അരോണ ഫിഷിൻ്റെ സ്റ്റാച്ചു നമ്മളുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിലും വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു നല്ലൊരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ വെൽത്തിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ്, നമുക്ക് നല്ലൊരു പാത്രം എടുത്തിട്ട് അതിലല്പം പൂക്കളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നതും നമുക്ക് ഇതേ ഒരു ഗുണം തന്നെ ചെയ്യും. ഇനി നിങ്ങൾ ഒരു ഫെയിം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന മേഖലകളിൽ നിങ്ങളൊരു ഫെയിം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു റെമഡിയാണ് ഇനി പറയുന്നത്. അതിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൻ്റെയോ സൗത്ത് കോർണറിൽ ഒരു റെഡ് ലൈറ്റ്, ഒരു ലാമ്പ്, നമുക്ക് ബെഡ്റൂമിലാണൊക്കെ ആണെങ്കിലും റെഡ് ലാമ്പ് നമ്മൾ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് രാത്രി കുറച്ച് ടൈമിൽ നമുക്ക് ഓപ്പൺ